കഴിഞ്ഞ ദിവസം വാർത്തയിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു പേരായിരുന്നു മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ നടി മീര വാസുദേവ്. തന്മാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായി മാറി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കുടുംബവിളക്ക് എന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയലിൽ പ്രത്യക്ഷപ്പെട്ട താരമാണ് നടി മീര. അന്നു മുതൽ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു തുടങ്ങി. സിനിമകളിൽ തിളങ്ങി നിന്ന് ഒരു കാലത്ത് പിന്നീട് സീരിയലിലേക്ക് എത്തിയപ്പോൾ നായികയ്ക്ക് വല്ലതും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ കുടുംബവിളക്കാണ് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു സമ്മാനം എന്നാണ് നടി എപ്പോഴും പ്രതികരിക്കുക. അതിനെക്കുറിച്ച് തന്നെ വാർത്തകൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മീരയുടെ 3ാം വിവാഹത്തിൻ്റെ വാർത്തകളും പുറത്തു വന്നിരുന്നു. മറ്റു 2 വിവാഹത്തെക്കുറിച്ച് എപ്പോഴും വാതോരാതെ സംസാരിക്കാറുണ്ട് മീര. ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ വിവാഹവും വേർപിരിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞിന് 1 വയസ്സായിരുന്നു. 8 വർഷങ്ങൾക്ക് മുൻപായിരുന്നു സ്വന്തം വീട്ടിലേക്ക് മീര എത്തിയത്. ആ സമയം തൻ്റെ അമ്മയും അച്ഛനും തൻ്റെ സഹോദരങ്ങളും കൂട്ടുകാരും ബന്ധുക്കളും തന്നെയാണ് തനിക്ക് എല്ലാ പിന്തുണയും നൽകിയത്. 2ാമതും ഒരു വിവാഹബന്ധം വേർപെടുത്തി വീട്ടിലേക്ക് എത്തുമ്പോൾ ഭൂരിഭാഗം പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. സ്ത്രീകൾക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്നൊരു വേദന. എന്നാൽ അതിലൂടെ താൻ കടന്നു പോയിട്ടില്ല എന്നും അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ വീട്ടുകാരാണെന്നും മീര പറയുന്നു. മീരയുടെ വീട്ടുകാർ തന്നെയായിരുന്നു പോട്ടെ എന്ന് പറഞ്ഞ് മകനെയും ഉൾക്കൊള്ളിച്ച് വീട്ടിലേക്ക് തിരിച്ച് വിളിച്ചത്. അങ്ങനെ മീര അവിടുന്ന് തുടങ്ങിയ ജീവിതമാണ്. അന്ന് വന്നൊരു മീരയുണ്ടായിരുന്നു. മുഖമാകെ വണ്ണം വെച്ച് നീര് വെച്ച് ഡിപ്രഷനായി നിൽക്കുന്ന മീര. അവിടെ നിന്ന് തൻ്റെ വയസ്സൊക്കെ തന്നെ മാറ്റിമറിച്ച് ഇന്ന് 42കാരി യുവ താരമായി തിളങ്ങി നിൽക്കുന്ന മീര ഒരുപാട് സഹിക്കേണ്ടിയും ഒരുപാട് നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. അതെല്ലാം നേരിട്ടും അതെല്ലാം സഹിച്ചും നിന്നത് മീരയുടെ കഴിവ് തന്നെയാണ്. മീര വാസുദേവൻ വിവാഹിതയായപ്പോൾ ഇപ്പോൾ 13 വയസ്സ് ചെറുപ്പമുള്ള പയ്യനെയാണ് വിവാഹം കഴിച്ചതെന്നായിരുന്നു ഏറ്റവും കൂടുതൽ വന്ന വിമർശനം. എന്നാൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നന്മ നൽകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് വിപിനെന്നും അദ്ദേഹത്തിന് വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റും തനിക്ക് തോന്നുന്നില്ല എന്നും മീര പറയുന്നുണ്ട്. മീര 1 മാസം മുൻപാണ് വിവാഹിതയായെങ്കിലും ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകരെ അറിയിക്കുന്നതും. അടുത്ത കുടുംബാംഗങ്ങളും 2-3 സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇത്. മീരയുടെ 2 ബന്ധങ്ങളും അവസാനിക്കുമ്പോൾ പ്രേക്ഷകർക്കൊക്കെ അറിയാമായിരുന്നു മീരയുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്. വിശാൽ അർവാളാണ് മീരയുടെ ആദ്യ ഭർത്താവ്. ഈ ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് 2012 മീര ജോൺ കൊക്കേനെ വിവാഹം കഴിക്കുന്നത്. ഇരുവർക്കും ഒരു മകനുണ്ടായി. എന്നാൽ ആ ബന്ധം 2016 മകന് 1 വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ മോചിതരാവുകയും ചെയ്തു. മകന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയെ നോക്കിയ ഒരു പിതാവ് തന്നെയായിരുന്നു ജോൺ കൊക്കെയ്ൻ എന്ന് ഇപ്പോഴും ഒരു മറയുമില്ലാതെ മീര പറയും. സീരിയൽ എന്നതുപോലെ തന്നെ സിനിമയിലും സജീവമാണ് മീര. കിർക്കൻ എന്ന മീരയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമയുണ്ട്. ഗെറ്റ് സെറ്റ് ബേബി, കൃതി, ബീരെ, ICU തുടങ്ങിയ സിനിമകൾ മീരയുടേതായി അണിയറയിലുണ്ട്. മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ തന്നെയും ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ച താരമാണ് മീര. മീര വാസുദേവൻ ശരിക്കും വിവാഹം കഴിക്കാൻ പോയതാണോ എന്ന ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അഭിനയത്തിന്റെ ഭാഗം മാത്രമാണ് സീരിയലിൽ അന്നായിരുന്നെന്നും ബാക്കിയെല്ലാം പ്രണയത്തിലും സൗഹൃദത്തിലും തുടങ്ങിയതാണെന്നും പറയുന്നു. 2005 മീര വാസുദേവൻ ആദ്യം വിവാഹം കഴിക്കുന്നത്. ആ ബന്ധം തനിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് നടി തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശാലുമായി പിരിഞ്ഞതിനു ശേഷം നടൻ ജോൺ കൊക്കെയ്നുമായി മീരയുടെ വിവാഹം നടന്നു. ഈ ബന്ധത്തിൽ മകൻ ജനിച്ചു. ഇന്ന് വരെ ജോണിനെ കുറിച്ചൊരു കുറ്റം പോലും മീര പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 3ാമത് വിവാഹിതനായപ്പോൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കണ്ട നല്ല ചെറുപ്പക്കാരനാണെന്നും തന്റെ ജീവിതമെല്ലാം അറിഞ്ഞിട്ടാണ് ഈ വ്യക്തി തന്നെ സ്വീകരിക്കുന്നതെന്നും മീര വെളിപ്പെടുത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങളാണ് ഛായാഗ്രഹൻ എന്ന വിപിനെക്കുറിച്ച് പ്രേക്ഷകർ അറിയാൻ ശ്രമിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.